മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഒരിക്കലും കൊടുക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി അങ്ങ് ബംഗാളിൽ പോയിട്ട് ഒരു ഒന്നൊന്നര പ്രസംഗം നടത്തിയിട്ടുണ്ട്. തന്റെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ വലിയ പ്രചരണം തന്നെയാണ് ഇതിന് രാഹുൽ ഗാന്ധി കൊടുത്തോണ്ടിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. സഹോദരി സഹോദരന്മാരെ, മമതാജി ഒരു അഴിമതിയില്ലാത്ത ഭരണമാണ് കാഴ്ചവെച്ചതെങ്കിൽ മമതാജി ബംഗാളിനെ വർഗീയമായി വിഭജിച്ചില്ലായിരുന്നുവെങ്കിൽ BJP അവിടെ ജയിക്കാൻ വഴി തുറക്കില്ലായിരുന്നു. മമതാജി പറയുന്നു 5 ലക്ഷം യുവാക്കൾക്ക് ജോലി നൽകുമെന്ന്. എന്നാൽ 83 ലക്ഷം യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മമതാജി ബംഗാളിനോട് ചെയ്തത് ഇതാണ്. TMC BJPയെ നേരിടാൻ പ്രാപ്തമല്ല എന്ന കാര്യം മറക്കരുത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ഒരു ഭാഗം ഒന്ന് എടുത്തു പറയാം. മമതാജി ബംഗാളിനെ വർഗീയമായി വിഭജിച്ചില്ലായിരുന്നുവെങ്കിൽ, അതായത് മമതാജി രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ അവിടെ പച്ചവർഗീയത ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മലയാളികൾ തിരിച്ചറിയേണ്ടത്. എന്തേ രാഹുൽ ഗാന്ധി ഇത് വിളിച്ചു പറഞ്ഞിട്ട് പോലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതൊന്നും വാർത്തയാക്കാത്തത്? ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി 24 മണിക്കൂറും നമ്മുടെ മാധ്യമങ്ങൾ പണിയെടുത്തോണ്ടിരിക്കുക. ആ സമയത്തും രാഹുൽ ഗാന്ധി പോയിട്ട് എന്തിനാണ് കലമുടയ്ക്കുന്നത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ എന്തിന്റെ പണിയിലായിപ്പോ? സന്ദേശ് ഗാലിയിൽ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ വലങ്കയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാവായിട്ടുള്ള ഷാജഹാൻ ഷെയ്ഖ് സന്ദേശ് ഗാലിയില് ഭൂമി പിടിച്ചെടുക്കലും വലിയ രീതിയിൽ ലാൻഡ് പിടിച്ചെടുക്കുക. അതുമാത്രമല്ല, വ്യക്തമായിട്ട് അവിടെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്നുണ്ട്. മതം നോക്കി തന്നെ വ്യക്തമാണിത്. ഇത് വലിയ രീതിയിൽ വാർത്തയായത, രാജ്യമൊന്നടക്കം ചർച്ചയായത. ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ക്രൂരത ചെയ്തു എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞതാ. അപ്പോ ആ സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ അവിടെ പോയിട്ട് പറയാണ് ഇത് BJP കെട്ടിച്ചമച്ചതാണ്. അതിന് തെളിവായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് നമ്മുടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ തൃണമൂൽ കോൺഗ്രസ് പിന്നെ അവർക്കെതിരെ പറയുന്നത് അംഗീകരിക്കോ? അവിടെയുള്ള സന്ദേശ് ഗാലിയിലെ 100 കണക്കിന് സ്ത്രീകൾ ഒരുപോലെ നാഷണൽ മീഡിയാസിനോട്, സകല മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞത് ആ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തില് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, അവരെ ആക്രമിക്കുന്നു എന്ന്. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങള് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ടാണ് ചോദിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടോ എന്ന്. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ഷൻ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മമതയുടെ നേതൃത്വത്തില് വർഗീയത ചെയ്യുന്നുണ്ട്. പച്ചവർഗീയതയാണ് ഈ മമത ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇത് തന്നെയല്ലേ അമിത്ഷാ ഉൾപ്പെടെ പറയുന്നത്? അവിടെ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്നു, പച്ചവർഗീയത അവിടെയുണ്ട്, അതിനെ ഞങ്ങൾ തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ പറയുമ്പോ വലിയ പ്രശ്നം. ഇത് തന്നെ രാഹുൽ ഗാന്ധിയും വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ രാഹുൽ ഗാന്ധിക്ക് കാലാകാലവും ഭാവി പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോവാ. ബംഗാളിൽ പോയാൽ മമതയ്ക്കെതിരെ, നമ്മുടെ കേരളത്തിലെത്തിയാൽ പിണറായിക്കെതിരെ. അതിപ്പോ വാർത്തയാക്കാതിരിക്കാൻ സാധിക്കൂലല്ലോ. നമ്മുടെ മുക്കിൻ തുമ്പത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ. സകല മാധ്യമങ്ങളിലും ഓരോ വേദിയിലെത്തിയിട്ടും പിണറായി വിജയനെതിരെ എന്തൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം ഒന്ന് ഇവിടെ ഒരു വാർത്ത കൊടുക്കാം. കേരളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ മാത്രം പരസ്യം, ഇവിടത്തെ രാജാവാണെന്നാണ് വിചാരം. ആരാ പറയുന്നത്? രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പറഞ്ഞതാ. അതിനൊക്കെ തിരിച്ചടിയായിട്ട് ഈ പറയുന്ന പിണറായി വിജയൻ ഈ
രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തുകാരിക്കാണ് ഈ മറുപടിയും പറയുന്നത്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ന്യൂസ് 8 വന്നിട്ടുള്ള ഒരു വാർത്ത ഇവിടെ കൊടുക്കുക. സ്വർണം കട്ടവരൊക്കെ എങ്ങനെ സ്വന്തം വീട്ടിലെത്തിയെന്ന് ആലോചിച്ചാൽ പാട്ടിലുള്ള മറുപടിയായി രാഹുൽ ഗാന്ധിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നടന്ന UDF പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സ്വർണം കട്ടത് ആരപ്പ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പിണറായി വിജയൻ കുടുംബത്തെ കയറി അങ്ങ് മറുപടി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഇതൊക്കെ കേൾക്കുന്ന വിവേകമുള്ള മലയാളികൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരുമെങ്ങാൻ നമ്മുടെ രാജ്യത്ത് ഭരണപക്ഷത്തേക്ക് എത്തിയാൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് പത്തിമടക്കി ഒളിവിൽ കഴിയുന്ന സകല ജിഹാദി തീവ്രവാദികളും തലപൊക്കി രംഗത്തെത്തും. ഇത് വെറുതെ പറയുന്നതൊന്നുമല്ല. ഇസ്രായേലിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് 2023 ഒക്ടോബർ 7 നുഴഞ്ഞു കയറിയത് എങ്ങനെയാ ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയെ, ഏറ്റവും വലിയ മൊസാദിനെ ഹമാസ് മറികടന്നത് എന്നൊക്കെ വലിയൊരു ചോദ്യചിഹ്നല്ലേ. ആ ചോദ്യചിഹ്നത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ വ്യക്ത. ഇസ്രായേലിൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു അസ്ഥിരാവസ്ഥ, കൃത്യമായിട്ട് അവിടെ വലിയ രീതിയിൽ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്തൊരു പ്രശ്നം വന്നു. പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദ് ഉൾപ്പെടെയുള്ളതിനെ കയറൂരി വിട്ടു. പ്രത്യേകിച്ചൊരു നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവിടെ രാഷ്ട്രീയപരമായിട്ടൊരു സ്ഥിരതയില്ലാത്തൊരു അവസ്ഥ വന്ന സമയത്ത് ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടന നുഴഞ്ഞു കയറി 1200-ലധികം ആളുകളെ കൊലപ്പെടുത്തുകയും 250-ലധികം ആളുകളെ പിടിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. രാഷ്ട്രീയപരമായിട്ട് സ്ഥിരതയുണ്ടാവുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ അത്യാവശ്യം. നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിപക്ഷമെങ്ങാൻ ഭരണപക്ഷത്തേക്ക് എത്തിയാൽ രാഹുൽ ഗാന്ധി മമതക്കെതിരെ പറയാത്തതൊന്നുമില്ല, രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ പറയാത്തതൊന്നുമില്ല, രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവിനെതിരെ പറയാത്തതൊന്നുമില്ല, രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെതിരെ RJDക്കെതിരെ പറയാത്തതായിട്ടൊന്നുമില്ല. ഈ RJD പറയുന്ന ബീഹാറിൽ ഇലക്ഷൻ നടന്ന സമയത്ത് 11 മണ്ഡലങ്ങളിൽ തല്ലിയ മത്സരിച്ച് വലിയ മുന്നണിയായിട്ട് മറ്റെല്ലാ സ്ഥലത്തും ആ 11 മണ്ഡലങ്ങളെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവരൊക്കെ ഈ ഒരു പ്രതിപക്ഷ ഐക്യമൊക്കെ രാജ്യം ഭരിക്കാൻ എത്തിയാൽ രാജ്യം കുളാവും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലെങ്ങാൻ രാജ്യത്തൊരു ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട കേട്ടോ. നമ്മുടെ രാജ്യത്ത് കലാപമായിരിക്കും. സകല ജിഹാദികളും തീവ്രവാദികളും മാളത്തിൽ നിന്ന് പറ്റി ഉയർത്തി പുറത്തു ചാടും. ഒരു തർക്കമില്ലാത്ത വിഷയമായിരുന്നു. ഒരു തർക്കം ആർക്കും വേണ്ട. ഏതായാലും മറ്റൊരു കാര്യം കൂടിയോ, ഈ ഐക്യമില്ലാതെ രാഹുൽ ഗാന്ധിയൊക്കെ പ്രതിപക്ഷത്തിന് എത്ര കാലം നേതൃത്വം കൊടുക്കുന്നു അത്രയും കാലം നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം ഒരിക്കലും ഭരണപക്ഷത്തേക്ക് എത്താൻ പോകുന്നില്ല. കോൺഗ്രസ് ഒരിക്കലും ഇനി രാജ്യം ഭരിക്കാൻ പറ്റില്ല. മമത ഇനി രാഹുൽ ഗാന്ധി അംഗീകരിക്കും, പിണറായി വിജയനും കൂട്ടരും ഇനി രാഹുൽ ഗാന്ധി അംഗീകരിക്കും. അഖിലേഷ് യാദവായിട്ട് പ്രശ്നമല്ലേ, RJDയിലെ തേജസ്വി യാദവായിട്ട് പ്രശ്നമല്ലേ, ഒരു DMK ആണുള്ളത്. അതും ഇനി ഏത് സമയത്ത് എന്തും സംഭവിക്കും. ആകെ 99 സീറ്റായിട്ട് എന്തും ഉണ്ടാക്കാനാ. അപ്പൊ സകല മലയാളികളും തിരിച്ചറിയ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു ഏകാധിപത്യ മനോഭാവമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയ ഗാന്ധി, ഇതിനപ്പുറം എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ കേരളത്തിലെ ആളുകൾ അറിയും. ബാക്കി പ്രതിപക്ഷത്തുള്ള ആളുകൾ വളരുന്നു എന്ന് ഭയന്നിട്ടാ സ്വന്തം മുന്നണിയിലുള്ള ആളുകളെ മമത വർഗീയവാദത്തിന് തിരികൊളുത്തുന്നു. വർഗീയവാദി യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോ പിണറായി വിജയൻ കട്ടു എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവരുടെ കേസെടുക്കുമ്പോൾ ഇവർ തമ്മിൽ തല്ലാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷത്തെ നയിക്കുന്നിടത്തോളം കാലം പ്രത്യേകിച്ച് BJP പണിയൊന്നും എടുക്കണ്ട എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം.